ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്തയാണ്. ആ പരമ ജന്തു ഉണ്ടല്ലോ, ജന്തു, ഈ ജന്തുവിന് കനത്ത തിരിച്ചടിയാണ്. ഓക്കെ, സുപ്രീം കോടതിയിലേക്ക് കേസ് പോവുകയാണ് നമ്മുടെ വക്കീൽ. അതായത് വക്കീൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വക്കീൽ പറയുന്ന ഭാഗം ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതായത് വക്കീൽ ഇന്നലെ ഫേസ്ബുക്കിലാണ് കുറിപ്പിട്ടത്. വലിയ മുതിർന്ന വക്കീലാണ്. സുപ്രീം കോടതിയിൽ അവരുടെ ഫോട്ടോ ഞാൻ വെച്ച് തരാം. സുപ്രീം കോടതിയിൽ വലിയ വലിയ കേസ് വാദിക്കുന്ന മുതിർന്ന ഒരു വക്കീലാണ്. ഈ വക്കീലാണ് നമ്മുടെ ദീപകിൻ്റെ കേസ് അന്വേഷിക്കാനും, അതായത് ദീപകിൻ്റെ കേസ് വാദിക്കാൻ പോകുന്നത് നമ്മുടെ ഈ വക്കീലാണ്. ഉറപ്പായിട്ടും വക്കീൽ പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും നീതി നമ്മുടെ ദീപകിൻ്റെ ഫാമിലിക്ക് നീതി കൊടുക്കുമെന്ന്. അവർ പറയുന്ന ഭാഗം ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു CI, പോലീസ് ഓഫീസർ, CI, വൃത്തികെട്ട തെമ്മാടി എന്ന് പറയാം. അവനെ CI നമുക്ക് വിളിക്കാൻ പറ്റില്ല. ആ തെമ്മാടി നമ്മുടെ ദീപകിൻ്റെ ബോഡിയെ, ഡെഡ് ബോഡിയെ, മൃതദേഹത്തെ കളിയാക്കുകയാണ്. അതായത് അവൻ ആത്മഹത്യ ചെയ്തതില്ലേ എന്ന് ആ CI എന്ന വൃത്തികെട്ട തെമ്മാടി പറയുകയാണ്. എനിക്ക് പേടിയൊന്നുമില്ല, പോലീസാണെങ്കിൽ സത്യസന്ധമായി പണിയെടുക്കണം. ഡെഡ് ബോഡിയെ കളിയാക്കാൻ ഞാനാണ് അധികാരം കൊടുത്തത്, പരമചറ്റക്ക്. അപ്പോൾ ആ ഒരു ഭാഗം, അതായത് ഈ മരിച്ചുപോയ ദീപകിൻ്റെ അയൽവാസികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വളരെ മോശമാണ്. അതായത് എന്തുകൊണ്ടെന്നല്ലേ പോലീസ് ഇങ്ങനെ ഈ പ്രതിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഈ പ്രതി ഒരു വാർഡ് മെമ്പറാണ്, അതുകൊണ്ട് പോലീസിന് പേടിയാവുകയാണ്. നാണമുണ്ടോ പോലീസ് നിങ്ങൾക്ക്? അപ്പോൾ നമുക്ക് ആദ്യം ആ നാട്ടുകാർ പറയുന്ന ഭാഗം ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം വക്കീൽ പറയുന്ന ഭാഗം വെച്ച് തരാം. അതിനുശേഷം ഈ തെമ്മാടി ഉണ്ടല്ലോ, ഈ ജന്തു ഉണ്ടല്ലോ, പെൺകുട്ടി എന്ന് പറയുന്ന ഈ, അതായത് അതിജീവിത എന്ന് പറയുന്ന ഈ ജന്തു വീണ്ടും വലിയ കാര്യം പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, എന്നെ അദ്ദേഹം കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പച്ചക്കളവ് ആ തെമ്മാടി പറഞ്ഞിട്ടുണ്ട്. ആ തെമ്മാടി പറയുന്ന ഭാഗം കൂടി ഞാൻ കുറച്ച് കഴിഞ്ഞ് വെക്കാം. അപ്പോൾ നമുക്ക് ഒന്നായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, ദീപക് ആളെങ്ങനെയാണ്? വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. വല്ലാതെ എല്ലാവരായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതിയല്ല. വീട്, ജോലി, അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ ഈ പ്രദേശത്തുള്ള ആരോട് ചോദിച്ചാലും അദ്ദേഹത്തെ പറ്റി മനസ്സിലാവും. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനല്ല അയാള്. അതുകൊണ്ടാണ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ചത്. ഇങ്ങനെ ഒരു വിഷയം, അതായത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു അങ്ങനത്തെ ഒരാളെ അല്ല. അതായത് ഇങ്ങനെ ഈ സ്ത്രീ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആക്ഷേപിക്കുന്ന പോലെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വിവേകിന്റെ ഭാഗത്തിന് മുമ്പൊന്നും ഉണ്ടായിട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരാളെ അല്ല. ഈ സ്ത്രീ എന്ന് പറയുന്നത്, അതായത് നമ്മളെ അരീക്കോട് പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പറാണ്, UDFന്റെ ഒരു വാർഡ് മെമ്പറാണ്. അതുകൊണ്ട് അവരിതിൽ ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ ഈ വീഡിയോ അങ്ങനെ പരാമർശിക്കുന്നതായിട്ട് സ്റ്റേഷനിലോ കാര്യങ്ങളോ ഒന്നിനും പറയുന്നില്ല. അവർ പറയുന്നത് നോർമൽ ആത്മഹത്യയാണ്. ഇങ്ങനെ വീഡിയോനെ പറ്റിയിട്ട് CIന്റെ അടുത്ത് സംസാരിച്ച CI പറയുന്നത് അവൻ തട്ടിയിട്ടുണ്ടല്ലോ, അവൻ ഇങ്ങനെ അത് മരിച്ചു കിടക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത് CI. എടാ CI, നാണമുണ്ടോ നിനക്ക്? ഉളുപ്പുണ്ടോ നിനക്ക്? നാണമുണ്ട്? ഒരു കേസ് പോലും ഇതുവരെ എടുത്തിട്ടില്ല എന്നതാണ്. വക്കീൽ കൊടുക്കുന്നുണ്ട്, കേസും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ വക്കീൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് കുറച്ച് കഴിഞ്ഞ് എൻ്റെ വീഡിയോ ഫുള്ളായി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സഹോദരൻ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതായത് അവൻ തട്ടിയിട്ടുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം, നോക്കിയിട്ട് നമുക്ക് ആക്ഷൻ എടുക്കാമെന്നാണ് CIന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നത്. അതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെ. എന്താണ് CI നോക്കുക? നിങ്ങളെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് പരസ്യമായി പെൺകുട്ടി എന്ന ഈ ജന്തു 4 ലൈക്കിന് വേണ്ടി ആ പാവം മനുഷ്യനെ, അതായത് 4 ലൈക്കിനും വൈറലാവാൻ വേണ്ടി ആ പാവം മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നോക്കാനാണ് CI? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ ഒരു വിഷയമായിട്ട്, അതായത് ഈ ആത്മഹത്യയുടെ പിറകിലുള്ള കാരണം ഈ വീഡിയോ വഴി അപമാനിക്കപ്പെട്ടാന്നുള്ള പോലീസ് സമ്മതിക്കുന്നില്ല. അവര് പറയുന്നത് അത് കാരണം നമുക്ക് നോക്കാം, നോക്കിയിട്ട് ആലോചിക്കാം എന്നാണ് പറയുന്നത്. അത് എന്താ അതിന്റെ ആക്ഷൻ, അതായത് ഇതാണ് കാരണം എന്ന് പോലീസുകാർ പറയുന്നില്ല. പക്ഷെ ഇതാണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇതാണ് കാരണം. അതായത് ഈ വീഡിയോന്റെ പുറകിലുള്ള സത്യാവസ്ഥ എല്ലാവരും അറിയണം, എല്ലാവർക്കും അറിയാം. ഇങ്ങനെ വീഡിയോയിൽ പറയുന്ന ഒരാളല്ല ദീപക്. അങ്ങനെയുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളല്ല. മനഃപൂർവ്വം ഒരു മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. 2 ലൈക്കിനും 2 റീച്ചിനും പൈസയ്ക്കും വേണ്ടി ഇങ്ങനെ ഒരു ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത. ഒരു കാര്യം പറയുകയാണ്, മരിച്ചുപോയ ദീപകിൻ്റെ നാട്ടുകാർക്ക് ഞാൻ വിളിച്ചു, 2-3 ആൾക്കാർക്ക് വിളിച്ച് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അദ്ദേഹം. അവർ പറയുകയാണ്, പൊന്നു ബ്രോ, അതായത് അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഇതുവരെ, അതായത് ആ നാട്ടിൽ മോശമായിട്ടുള്ള പെണ്ണ് കേസ് എന്നല്ല, മോശമായിട്ടിപ്പോൾ വേറെ ഒരു പരിപാടിക്കും പോവാത്ത അത്രയും മാന്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. അതുകൊണ്ടാണ് അയാൾക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആ ജന്തുവിനോട് പറയുകയാണ്, ജന്തു, നിന്നെ സുപ്രീം കോടതി 20 വർഷമല്ല 50 വർഷം നിന്നെ ശിക്ഷിച്ചാലും നീ ഈ ദുനിയാവിൽ നിന്ന് മരിക്കുമ്പോൾ നീ ചീഞ്ഞേ മരിക്കും. ഓക്കെ, കാരണം 4 ലൈക്കിന് വേണ്ടിയിട്ട് ആ പൊന്നു മനുഷ്യൻ്റെ ജീവിതമാണ്, ജന്തുവായ വൃത്തികെട്ട നാറിയ സ്ത്രീയെ നീ കാരണം ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതമാണ് ഇല്ലാതായത്. അപ്പോൾ വക്കീലിൻ്റെ ഫേസ്ബുക്ക് പേജ് നമ്മൾ വായിക്കാം.
അതിനുശേഷം ആരും പോവല്ലേ. ഈ ജന്തു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീണ്ടും ജന്തു രംഗത്ത് വന്നിട്ടുണ്ട്. പുതിയൊരു ഫോൺ സംഭാഷണം ജന്തുവിന്റെ പുറത്തായിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം. നമുക്ക് എന്തായാലും വക്കീലിന് എന്താണ് പറയാനുള്ളത്. അവളെ വെറുതെ വിടില്ല. ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് അഭിഭാഷക. ദീപക് എന്ന നിരപരാധിയുടെ മരണം ഒരു വേദനയായി നിലനിൽക്കുമ്പോൾ ആ കുടുംബത്തിന് താങ്ങായി നീതിക്ക് വേണ്ടി പോരാടുമെന്ന് ഉറപ്പു നൽകി അഡ്വക്കേറ്റ് ഫൗസി ഹബീബ് രംഗത്ത്. നിയമം, കോടതി, പോലീസ് ഇതെല്ലാം വെറുതെയാണെന്ന് ആരും വിചാരിക്കരുത് എന്നും നിയമത്തിൻ്റെ എല്ലാ സപ്പോർട്ടും പെണ്ണിന് മാത്രമല്ല ഏതൊരു മനുഷ്യനും ഉണ്ട് എന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ വ്യക്തമാക്കി. ബാക്കി ഞാൻ വായിച്ചു തരാം. അതായത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വരുമ്പോൾ ചില നായ്ക്കളായ സ്ത്രീകൾ വിചാരിക്കുന്നത് ഞങ്ങൾ അതിജീവിതയല്ലേ. അതായത് ഇപ്പോൾ ഈ ജന്തു ഉണ്ടല്ലോ, ഈ ജന്തു ഇന്നലെ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അതിജീവിതയാണ്, അതുകൊണ്ട് എനിക്ക് സപ്പോർട്ടുണ്ട്, പോലീസും കോടതിയും ഒക്കെ എനിക്കാണ് സപ്പോർട്ട്, എന്നെയാണ് അദ്ദേഹം കയറി പിടിക്കാൻ വന്നത് എന്ന് മരിച്ചു പോയപ്പോഴും ആ നായിൻ്റെ മോള് പറയുകയാണ്. ഓക്കെ രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ വക്കീൽ. ഈ വക്കീൽ എന്ന് പറയുമ്പോൾ ചില്ലരക്കാരി വക്കീലല്ല, സുപ്രീം കോടതിയിൽ വലിയ വലിയ കേസ് അന്വേഷിക്കുന്ന വലിയൊരു വക്കീലാണ്. അവരുടെ ഫേസ്ബുക്ക് പേജ് ഞാൻ വെച്ച് തരാം. അതായത് നാളെ തന്നെ, പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല, പക്ഷേ വക്കീൽ ഡയറക്റ്റായി സുപ്രീം കോടതി വരെ പോകുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഉറപ്പായിട്ടും പോകണം. ഇവൾ ചിന്തിക്കുന്നില്ല ഞാൻ കാരണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതായത്. ഇവൾ പറയുകയാണ് അവൻ ചത്തത് നന്നായി, എന്നെ കയറി പിടിക്കാൻ വന്നത് കൊണ്ടല്ലേ എന്ന്. നാണവും മാനവും ഇല്ലാത്ത ആ ജന്തു. അതായത് ഈ വക്കീലിനോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എത്ര വർഷം ആ ജന്തുവിനെ തൂക്കിക്കൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. കാരണം ആ മനുഷ്യനെന്ന് പറയുന്ന അത്രയും നല്ല മനുഷ്യനായിരുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട് ആ മനുഷ്യൻ, അതായത് കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ചിന്തിച്ച് ബസ്സിൽ നിൽക്കെ ഈ വൃത്തികെട്ട ജന്തു 4 ലൈക്കിനും വൈറലാവാൻ വേണ്ടി ജന്തു കാണിച്ച ആ വൃത്തികേടിന് എൻ്റെ പൊന്നു വക്കീലെ നിങ്ങൾ ഏറ്റവും വലിയ ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന് എൻ്റെ വക്കീലിനോട് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ജന്തുവിൻ്റെ ഒരു ഫോൺ സംഭാഷണമുണ്ട്. 2 മിനിറ്റ് ഉണ്ട്, 2.5 മിനിറ്റിൻ്റെ ഫോൺ സംഭാഷണമാണ്. അത് മുഴുവനും ഞാൻ വെച്ച് തരാം, ആരും പോവല്ലേ. അതിനുശേഷം ഈ ജന്തുവിൻ്റെ തന്തയോട് കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ജന്തുവിൻ്റെ കോൺഗ്രസ്സുകാരിയാണ്, ഒരു UDF കാരിയാണ്. ആ പാർട്ടി ഓഫീസുകാരോട് കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് പിന്നീട് ഈ ജന്തു മുസ്തഫ എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആ മുസ്തഫയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേൾക്കണം നിങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എന്താണ് ജന്തുവിൻ്റെ ഫോൺ സംഭാഷണം, നമുക്ക് അതെന്തായാലും കേട്ട് നോക്കാം. ഓക്കെ, ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു, കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനാ ഉണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാൾ അത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. 2 വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടോ നോക്കാമെന്ന്. എടാ നായിന്റെ മോളെ, നീയല്ലേ വരസുന്നത്? അതായത് ഈ പരമച്ചെറ്റയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇവരുടെ ആ വൃത്തികെട്ട സാധനത്തിന് ഇങ്ങനെ, അതായത് ഇവളാണ് ഇവിടെ പ്രതി, ഇവളെയാണ് തൂക്കിക്കൊല്ലേണ്ടത്. അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇവൾ ചിരിച്ചുകൊണ്ട് മറ്റേ സ്ക്രീനിൽ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇവൾ വീണ്ടും നീങ്ങുകയാണ്. ഇതൊക്കെ കോടതിയിൽ തെളിയും. ഓക്കെ, കരച്ചിൽ വരികയാണ് ആ കുടുംബത്തെ വിചാരിക്കുമ്പോൾ. പാവം ആ മനുഷ്യന് രാത്രി ചിന്തിച്ച്
കരഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അത് ഇതുവരെ തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനാണ്. ഞങ്ങളെപ്പോലുള്ളവരാണെങ്കിൽ, അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ, ഞങ്ങൾക്കെതിരെ എന്ത് കള്ളാരോപണം വന്നാലും നമുക്കത് നേരിടാനുള്ള ഒരു ശക്തി എന്നല്ല, നമുക്കതിന് നേരിടാനുള്ള ഒരു ഇതുണ്ട്. പാവം ആ മനുഷ്യന് നീതിമാനായിരുന്നു. ആ നാട്ടിൽ ഒരു വൃത്തികേട് നിൽക്കാത്ത ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യന് ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അത് എന്നെ കയറി പിടിക്കാൻ വന്നേന്ന് ഇവൾ പച്ചക്കളവ് 4 ലൈക്കിന് വേണ്ടി പറയുമ്പോൾ ആ മനുഷ്യന് എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞ് ഇഞ്ചിഞ്ചായി മരിച്ചു പോയതാണ്. ഓക്കെ, അതിനെ ഇവള് സമാധാനം പറയേണ്ടി വരുമെന്നാണ്. ഇവളൊരു മുസ്ലിം ലീഗിൻ്റെ, അത് കോൺഗ്രസിൻ്റെ ഒരു മെമ്പറാണ്. പാർട്ടിക്കാരോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് പാർട്ടി നിങ്ങൾ പുറത്താക്കണം. പാർട്ടിയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യണം. ഇവിടെ ഞാൻ LDF, UDF, BJP അങ്ങനെ ഒന്നും ഞാൻ കൊണ്ടുവരുന്നില്ല. ഇത് BJPയുടെ ആളായാലും LDFൻ്റെ ആളായും കോൺഗ്രസിൻ്റെ ആളായും ഒരൊറ്റ തീരുമാനമാണ് എനിക്ക്. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ പാർട്ടിയിൽ വെക്കരുത്. പാർട്ടിപരമായി നമുക്ക്, അതായത് ഉണ്ടാവും, ഇപ്പോൾ കോൺഗ്രസിൻ്റെ എതിർപ്പുണ്ടാവും, CPMൻ്റെ എതിർപ്പുണ്ടാവും, BJPൻ്റെ എതിർപ്പുണ്ടാവും. അത് വേറെയാണ്, ഇത് വേറെയാണ്. ഇവളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്താക്കണം. ഇവളുടെ പിതാവുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടിക്കണം. അടിച്ച്, നിങ്ങൾക്ക് എത്ര അടിക്കാൻ പറ്റുന്നുണ്ട് അത്ര അടിച്ച് നിങ്ങൾ പ്രതിഷേധം അറിയിക്കണം. കോടതിയും പോലീസും ഒക്കെ ഇവറ്റകളുടെ കയ്യിലാണ്. അതിജീവിതമല്ലേ. ഇവളുടെ ഒരു ഫോട്ടോ, ഒരു പക്ഷേ ഞാനൊരു 10 വർഷം ജയിലിലാവും ഇവളുടെ ഫോട്ടോ ഇതിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് പറയുകയാണ്, നിയമം എല്ലാം ഇവറ്റകൾക്ക് മാത്രമാണ്. എന്താണല്ലേ നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ, ഞാനൊരു കാര്യം പറയുക, ഞാൻ പെൺകുട്ടികൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. ഓക്കെ, പെൺകുട്ടികൾക്കും നീതി കിട്ടണം. ഇവളിപ്പോഴുള്ള വൃത്തികെട്ട ജന്തുക്കൾ കാരണം നല്ല രീതിയിൽ, അതായത് ചില ട്രെയിനിലൊക്കെ ഇങ്ങനത്തെ കേസുകൾ അനുഭവിക്കുന്ന പെൺകുട്ടികളിൽ നീതി നിഷേധമാവുകയാണ്. ആ കുടുംബത്തിന് ആരുണ്ട്? പിഞ്ചോമന കുട്ടികളുണ്ട് എന്ന് തോന്നുന്നു ദീപകിന്. അവരെന്നെ ആര് നോക്കും? ഇവളൊക്കെ പൊഴുത്തിട്ടേ ചാവുമെന്ന് ഞാൻ പറയുക. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ വീടും ഞാൻ വെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. പൊന്നുപ്രേക്ഷകർ, എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ ഒരു കോണ്ടന്റ് കൂടുതൽ സംസാരിക്കാൻ, അതുകൊണ്ടാണ്. ഓക്കെ, തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്ത്. ഓക്കെ, ബൈ.